തീപിടുത്തമുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്തെ ചാല കമ്പോളത്തിൽ സ്ഫോടക വസ്തുക്കളുടെ ശേഖരണവും വിപണനവും പൂർണ്ണമായും ഒഴിവാക്കാൻ തീരുമാനം. പത്മതീർത്ഥക്കുളത്തിൽ നിന്നുള്ള വെള്ളം ഡെല്യൂജ് പമ്പിംഗ് സിസ്റ്റം വഴി ചാലയിലെത്തിക്കാനുള്ള പദ്ധതിയും നടപ്പിലാക്കാനും ഉന്നതതല യോഗത്തിൽ ധാരണയായി. ചാലക്കമ്പോളത്തിൽ തീപിടുത്തം തുടർക്കഥയാവുന്ന പശ്ചാത്തലത്തിലാണ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം വിളിച്ചത്. വ്യാപാരികളടക്കം യോഗത്തിൽ പങ്കെടുത്തു. അടിയന്തര സാഹചര്യം നേരിടാൻ ചാലയിൽ 2 ഫയർഫോഴ്സ് വാഹനങ്ങൾ സ്ഥിരമായി ഇടുമെന്നും പത്മതീർത്ഥക്കുളത്തിൽ നിന്നുള്ള വെള്ളം ഡെല്യൂജ് പമ്പിംഗ് സിസ്റ്റം വഴി ചാലയിലെത്തിക്കുമെന്നും ജില്ലാ കളക്ടർ ബിജു പ്രഭാകർ പറഞ്ഞു. വ്യാപാരികൾ സഹകരിച്ചാൽ ചാലക്കമ്പോളത്തിൽ നിന്ന് കിള്ളിപ്പാലം ബൈപ്പാസിലേക്കും പവർ ഹൌസ് റോഡിലേക്കുമുള്ള ഇടറോഡുകളുടെ വീതി കൂട്ടാമെന്ന നിർദ്ദേശം ടിഡ ചെയർമാൻ പി.കെ. വേണുഗോപാൽ മുന്നോട്ട് വെച്ചു. രക്ഷാപ്രവർത്തനങ്ങൾക്ക് സ്ഥലപരിമിതി പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ നിർദ്ദേശം. ഏകദേശം 60 ഹെക്ടർ ഭൂമി വരുന്ന സ്ഥലമാണ്. പവർ ഹൗസ് റോഡിനും ബൈപ്പാസ് റോഡിനും ഇടയ്ക്കുള്ള 60 ഹെക്ടർ ഭൂമി നിങ്ങൾ ശാസ്ത്രീയമായി സഹകരിക്കുമെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമില്ലാതെ അടുത്ത ഒരു തലമുറയ്ക്ക് കൂടി പ്രയോജനമാകുന്ന വിധത്തിൽ സാധിക്കും. ചാലക്കമ്പോളത്തിലെ കെട്ടിടങ്ങൾക്ക് നിർമ്മാണ ചട്ടങ്ങളിൽ ഇളവനുവദിക്കണമെന്ന ആവശ്യമാണ് ഭൂരിഭാഗം വ്യാപാരികളും യോഗത്തിൽ ഉന്നയിച്ചത്. ചൊവ്വാഴ്ച ചേരുന്ന ഉന്നതതല യോഗത്തിലെ വിശദമായ ചർച്ചകൾക്ക് ശേഷം അപകട സാധ്യത ഒഴിവാക്കാൻ ഉയർന്നുവന്ന നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.